തൃക്കരിപ്പൂരിൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ട്ണറെ വാഹന പാർക്കിംഗിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇതിന്റെ CCTV ദൃശ്യം പുറത്ത്. വധശ്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി ചന്ദേര പോലീസ് കേസെടുത്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഓഗസ്റ്റ് 3 രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ് കേസ്. പരാതിക്കാരനായ തെക്കേ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ അബ്ദുൾ മജീദ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഓഗസ്റ്റ് 1 വൈകിട്ട് 7:50 തെക്കേ തൃക്കരിപ്പൂർ കരോളത്ത് സ്ഥിതി ചെയ്യുന്ന മൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അക്രമത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പരാതി പ്രകാരം ഹൈപ്പർ മാർക്കറ്റിന് സമീപം വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. യാസർ, മെഹറൂഫ്, ആസിഫ് എന്നിവരടക്കം 3 പേർ ചേർന്ന് പരാതിക്കാരനെ തടഞ്ഞു നിർത്തി കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിക്കുകയും വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും അസഭ്യം വിളിച്ചു പറഞ്ഞ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആക്രമണത്തിനിടെ പരാതിക്കാരന്റെ 17,000 രൂപ വില വരുന്ന കണ്ണട തകർത്തതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 126, 115, 296, 351, 324, 118, 3 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. മജീദ് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പിതാവിനെ ആക്രമിച്ച വിവരമറിഞ്ഞ് മജീദിന്റെ മകനും സുഹൃത്തുക്കളും കേസിലെ പ്രതിയായ ആസിഫിനെ ആക്രമിച്ചതിന് കൗണ്ടർ കേസും ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബക്കിരിമുക്കിൽ പ്രവർത്തിക്കുന്ന ഡി കഫേക്കു മുന്നിൽ മാരകായുധം ഉപയോഗിച്ച് യുവാവിനെ ആക്രമിച്ച സംഭവത്തിലാണ് 3 പേർക്കെതിരെ ചന്ദേര പോലീസ് വധശ്രമക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ നമീർ, അനസ്, അമീർ, തിരിച്ചറിഞ്ഞ മറ്റൊരാൾ എന്നിവരെയാണ് പ്രതികളാക്കിയത്. പരാതിക്കാരനായ ഇളമ്പച്ചി മൈതാനിയിലെ ഫാത്തിമ മൻസിലിൽ താമസിക്കുന്ന മുഹമ്മദ് ആസിഫ് എസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആസിഫ് പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.